ഈ ആഴ്ച നിക്ഷേപകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു തീരുമാനമുണ്ട്. അമേരിക്കയിലെ കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവിൻ്റെ തീരുമാനം അറിയാനാണ്. അപ്പോൾ നിക്ഷേപകരുടെ മാത്രമല്ല, സാധാരണക്കാരുടെ ജീവിതത്തെ വരെ ഫെഡറൽ റിസർവിൻ്റെ തീരുമാനം ചിലപ്പോൾ ബാധിച്ചേക്കാം. എങ്ങനെയെന്നാൽ സ്വർണ്ണവില മുകളിലേക്ക് കൂടുതൽ കരുത്തോടെ കുതിക്കുമോ എന്നത് റിസർവ് യോഗത്തിലെ പ്രഖ്യാപനത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇരിക്കുക. അതായത് സെപ്റ്റംബർ 16-17 തീയതികളിലാണ് ഫെഡറൽ ഓപ്പൺ മാർക്കറ്റ് കമ്മിറ്റി അതായത് FOMC യോഗം നടക്കുക. മീറ്റിങ്ങിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചർച്ചയാകുക, എന്താണ് പ്രതീക്ഷിക്കേണ്ടത് എന്നൊക്കെ നമുക്ക് ഒന്ന് നോക്കി പോകാം. അതായത് യോഗം സാധാരണയായി 2 ദിവസം നീണ്ടു നിൽക്കാറാണ് പതിവ്. ആദ്യ ദിവസം സാമ്പത്തിക കാര്യങ്ങൾ അവലോകനം ചെയ്യുന്നതിനും 2-ാം ദിവസം നയചർച്ചകൾക്കും തീരുമാനം എടുക്കലിനും വേണ്ടി നീക്കിവെക്കും. യോഗത്തിൽ 12 വോട്ടിംഗ് അംഗങ്ങളുണ്ട്. ന്യൂയോർക്കിലെ ഫെഡറൽ റിസർവ് ബാങ്കിൻ്റെ പ്രസിഡന്റ്, സ്ഥിരം വോട്ടിംഗ് അംഗം, ഫെഡറൽ റിസർവ് ബോർഡ് ഓഫ് ഗവർണർമാരുടെ 7 അംഗങ്ങൾ, ഫെഡറൽ റിസർവ് ബാങ്കുകളുടെ മറ്റ് 4 റൊട്ടേഷണൽ റീജിയൺ പ്രസിഡന്റ് എന്നിവരാണ് വോട്ടിങ്ങിന് അധികമുള്ള 12 പേര്. ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഫെഡ് യോഗത്തിൽ സാമ്പത്തിക ഡാറ്റ അവലോകനം ചെയ്യുകയും പ്രധാന ഫെഡറൽ ഫണ്ടുകളുടെ പലിശ നിരക്ക് ഉൾപ്പെടെയുള്ള US പണനയം തീരുമാനിക്കുകയും ചെയ്യും. തൊഴിൽ മേഖലയിലെ തളർച്ചയും സാമ്പത്തിക മാന്ദ്യ സാധ്യതകളും കണക്കിലെടുത്ത് ഫെഡറൽ റിസർവ് മുഖ്യ പലിശ നിരക്ക് 0.5% വരെ കുറയ്ക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഫെഡ് ഫണ്ടുകളുടെ ഫ്യൂച്ചേഴ്സ് ട്രേഡിംഗ് ഡാറ്റയെ അടിസ്ഥാനമാക്കി നിരക്കുകളുടെ ചലനങ്ങൾ പ്രവചിക്കുന്ന CME ഗ്രൂപ്പിൻ്റെ ഫെഡ് വാച്ച് ടൂൾ അനുസരിച്ച് 25 ബേസിസ് പോയിന്റ് കുറയ്ക്കാനുള്ള സാധ്യത 90% ആണെന്നാണ് പറയപ്പെടുന്നത്. അതേസമയം 50 ബേസിസ് പോയിന്റ് കുറയ്ക്കാനുള്ള സാധ്യത വെറും 4% മാത്രമാണെന്ന് പറയുന്നു. ഫെഡ് 25 ബേസിസ് പോയിന്റ് കുറവ് പ്രഖ്യാപിച്ചാൽ അതോടെ ഫെഡറൽ ഫണ്ട് നിരക്ക് 4% മുതൽ 4.25% വരെയാകും. 50 ബേസിസ് പോയിന്റാണ് കുറയ്ക്കുന്നതെങ്കിൽ നിരക്ക് 3.75 അല്ലെങ്കിൽ 4% കുറയും. അപ്പോൾ ഇന്ത്യൻ ഓഹരി വിപണിയും ഇതിൻ്റെ പ്രഖ്യാപനത്തെ കാത്തിരിക്കുന്നുണ്ട്. ഫെഡറൽ റിസർവിൻ്റെ പലിശ കുറയ്ക്കാനുള്ള തീരുമാനമാണ് നിക്ഷേപകർ കരുതലോടെ കാത്തിരിക്കുന്നത്. പലിശ കുറയുന്നതോടെ ഇന്ത്യ ഉൾപ്പെടെയുള്ള വിപണികളിലേക്ക് വിദേശ നിക്ഷേപ ഒഴുക്ക് കൂടിയേക്കും. ഇതോടെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഡൊണാൾഡ് ട്രംപ് ഏർപ്പെടുത്തിയ 50% അധിക തീരുവ ഒഴിവാക്കുന്നതിന് കേന്ദ്ര സർക്കാർ അമേരിക്കയുമായി വ്യാപാര ചർച്ചകൾ സജീവമാക്കുന്നതും നിക്ഷേപകർക്ക് ഒരു പ്രതീക്ഷയാണ്. ഫെഡറൽ റിസർവ് പലിശ കുറയ്ക്കുമെന്ന സൂചനയാണ് നിലവിൽ സ്വർണ്ണ വിലയിൽ കുതിപ്പിനൊരു കാരണം. ഫെഡറൽ റിസർവ് മുഖ്യ പലിശ 0.5% കുറച്ചാൽ പവന് വില ചിലപ്പോൾ 83,000-84,000 കടന്നേക്കും എന്ന് ചില അനലിസ്റ്റുകൾ പറയുന്നുണ്ട്. തുടർച്ചയായി 5-ാം യോഗത്തിലും സെൻട്രൽ ബാങ്കിൻ്റെ കീ ഫെഡ് ഫണ്ട്സ് നിരക്ക് മാറ്റമില്ലാതെ നിലനിർത്താൻ ഫെഡിൻ്റെ പോളിസി കമ്മിറ്റി വോട്ട് ചെയ്തിട്ടുണ്ട്. ഈ വർഷം ആദ്യമായി പലിശ നിരക്ക് തീരുമാനത്തോടെ 2 അംഗങ്ങൾ വിയോജിക്കുകയും നിരക്കുകൾ 0.5 പോയിന്റ് കുറയ്ക്കുന്നതിന് വോട്ട് ചെയ്യുകയും ചെയ്തു. പണപ്പെരുപ്പം പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നതിനായി പലിശ നിരക്ക് പതിവിലും ഉയർന്ന നിലയിൽ നിലനിർത്തുക ആണെന്നാണ് ഫെഡ് ഉദ്യോഗസ്ഥർ പറഞ്ഞത്. ട്രംപിൻ്റെ താരിഫുകൾ പ്രശ്നം കൂടുതൽ വഷളാക്കുമെന്ന് ആശങ്കയും അന്ന് ഉദ്യോഗസ്ഥർ പ്രകടിപ്പിച്ചിരുന്നു. അടുത്ത മീറ്റിംഗ് 2025 ഒക്ടോബർ 28-29 തീയതികളിലാണ് നടക്കുക. എല്ലാ വർഷവും പതിവായി ഷെഡ്യൂൾ ചെയ്ത 8 ക്ലോസ്ഡ് മീറ്റിങ്ങുകൾ ഫെഡറൽ ഓപ്പൺ മാർക്കറ്റ് കമ്മിറ്റി നടത്താറുണ്ട്. ഓരോ മീറ്റിങ്ങിന് ശേഷം കമ്മിറ്റി അതിൻ്റെ തീരുമാനങ്ങളെക്കുറിച്ച് ഒരു പൊതു പ്രസ്താവന പുറപ്പെടുവിക്കുകയും ചെയർമാൻ ഒരു പത്രസമ്മേളനം നടത്തുകയും ചെയ്യുന്നു.